വധശിക്ഷ ഇന്നേ ദിവസം മുതൽ 10 ആഴ്ചകൾക്ക് ശേഷം, അതായത് ഒക്ടോബർ 14-ാം തീയതി നടപ്പിൽ വരുത്തിയാൽ മതിയാവുന്നതാണ്. താൻ പോകുന്നില്ലേ? എസ്റ്റേറ്റിലേക്ക് പോകുന്നില്ലേന്ന്? പോണം. ആ മാനേജരോട് എത്ര പ്രാവശ്യം വരാമെന്ന് പറഞ്ഞേച്ചിട്ടുള്ളോ? ആ പോയിക്കളെ. ഹരി അവിടെ താമസിച്ചില്ലെങ്കിലും ഇടയ്ക്ക് അവിടെ പോകുന്നത് എപ്പോഴും നല്ലതാ. മുതലാളിയെ കാണാൻ അവർക്കും ആഗ്രഹം കാണില്ലേ? എന്താ കുഞ്ഞ് ഇത്ര ലേറ്റ് ആയത്? ട്രെയിൻ ലേറ്റ് ആയി പോയി വിളിച്ചേട്ടാ. ജനനമരണ ദുഃഖാവഹം ജഗന്നാഥം ദിനനായക കൂടി സദൃശപ്രഭം രാമം കരസാരസയുഗ ശൂദ്രദശരച്ചാപം കരുണാകരം കാളജലതാപാസം രാമം കനകരുചിര ദിവ്യാംബരം രമാവരം കനകോജ്വലരത്ന കുണ്ടലാഞ്ചിതഗണ്ഡം കമലദലലോല വിമല വിലോചനം ഇവരെല്ലാം തോട്ടത്തിൽ നിന്ന് വന്നിരിക്കുക. കുഞ്ഞിനെ അങ്ങോട്ട് കൊണ്ടുചെല്ലണം എന്ന് പറഞ്ഞ മറ്റുള്ള തൊഴിലാളികൾ അവിടെ കൂടിയിട്ടുണ്ട്. ഇത് അബ്ദുള്ള മുതലാളുടെ മകൻ ഹുസൈൻ, നമ്മുടെ റബ്ബറെല്ലാം എടുക്കുന്ന ആളാ. നമസ്കാരം. എന്താ ഗോപി, അമ്മയ്ക്കൊക്കെ സുഖമാണോ? പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല സാർ. പിള്ളച്ചേട്ടാ, ഞാനൊന്ന് കുളിച്ച് ഫ്രഷ് ആവും. കുഞ്ഞ് ഇനിയൊരു വിവാഹമൊക്കെ കഴിച്ച് ഇങ്ങോട്ട് സ്ഥിരതാമസമാക്കുന്നല്ലേ കുഞ്ഞെ ഭംഗി? സ്വന്തം വീടിനെ കുറിച്ചും രക്തബന്ധങ്ങളെ കുറിച്ചുള്ള ഓർമ്മകൾ തന്നെ നഷ്ടപ്പെട്ടിട്ട് വർഷങ്ങളായി പിള്ളച്ചേട്ടാ.
കുഞ്ഞുനാളിൽ എന്റെ അച്ഛനും അമ്മയും എന്നെ കാണാൻ ബോർഡിങ് വരാറുണ്ടായിരുന്നു. 10-20 മിനിറ്റുകൾക്ക് ശേഷം അവർ തിരിച്ചു പോകുമ്പോൾ അമ്മ എന്നെ കെട്ടിപ്പിടിച്ച് മുത്തം തരും. അന്നൊക്കെ അമ്മയെക്കാളേറെ എന്റെ മനസ്സിൽ നിറഞ്ഞു നിന്നിരുന്നത് അമ്മ പൂശിയിരുന്ന സുഗന്ധദ്രവ്യങ്ങളായിരുന്നു. പിന്നീട് ഞാൻ വലുതായപ്പോഴാണ് അത് വിദേശമദ്യത്തിന്റെ ഗന്ധമായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായത്. ഇനി അതിനെക്കുറിച്ച് ഓർത്തിട്ട് എന്താ കാര്യം? അവരെങ്ങനെയൊക്കെയോ ജീവിച്ചു. ഒരു ചെറിയ ആക്സിഡന്റ്, എല്ലാം അവസാനിച്ചു. വെക്കേഷന് പോലും അവരൻ വീട്ടിൽ കൊണ്ടുവന്നിട്ടില്ല പിള്ളച്ചേട്ടാ. അതൊക്കെ പോകട്ടെ. ഈ എസ്റ്റേറ്റും അതിനോട് ചേർന്ന് കിടക്കുന്ന ഈ പ്രോപ്പർട്ടീസും എല്ലാം കുഞ്ഞിൻ്റെത് മാത്രമാണ്. അത് കുഞ്ഞിനെ ഏൽപ്പിക്കേണ്ട ചുമതല പിള്ളച്ചേട്ടനുണ്ട്. ക്ഷമിക്കണം, ഞാൻ പഠിച്ചു വളർന്ന ബോർഡിങ്ങും ആ പരിസരങ്ങളും ഒക്കെയാണ് ഇന്നും എന്റെ ലഹരി. അതുകൊണ്ട് തന്നെയാണ് പഠിച്ച കോളേജിൽ തന്നെ ഞാൻ ഒരു ചെറിയ ഉദ്യോഗം വാങ്ങിച്ചത്. സ്വത്തും സൗകര്യങ്ങളും എല്ലാം നോക്കിയതും ഉണ്ടാക്കിയതും നിങ്ങളാ, ഇവിടുത്തെ തൊഴിലാളികൾ. നിങ്ങൾ തന്നെ ഇനി ഇത് നോക്കി നടത്തണമെന്ന് പറയാൻ കൂടിയാ ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്താവശ്യമുണ്ടെങ്കിലും പിള്ളച്ചേട്ടൻ എൻ്റെ അടുത്ത് വരണം. കാരണം എനിക്ക് വേറെ ആരുമില്ല. വിവാഹം തൽക്കാലം വേണ്ട. തവളവത്തായി വരുന്നുണ്ട്. എടാ അളിയാ, ഇന്നലെ ഇങ്ങേരും ചങ്ങുതലയും കൂടി ബോട്ടിങ്ങിന് പോയി. നടുക്കെത്തിയപ്പോ പങ്കായം നഷ്ടപ്പെട്ടു. എന്നിട്ടെന്ത് കയറിട്ട് വലിച്ചു കയറ്റി. വരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് സാർ. ഓ, പെണ്ണുങ്ങളോട് മാത്രമേ തിരിച്ചു പറയത്തുള്ളായിരുന്നു. ഗുഡ് മോർണിംഗ്. എല്ലാവരും കണ്ടില്ലല്ലോ, കണ്ടു. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. അതെ, നിങ്ങളുടെ കൂടെ വെളുത്തിട്ടൊരു നായരൂട്ടിണ്ടായിരുന്നല്ലോ, ആ കുട്ടി എവിടെ പോയി? അവളുടെ കല്യാണം കഴിഞ്ഞു പോയി. അയ്യോ, പഠിപ്പ് Good തീർന്നേക്കാളും morning, sir. കല്യാണം കഴിക്കേണ്ട വല്ല കാര്യമുണ്ടോ? അവക്ക് തിരക്കായിരുന്നു. പിന്നെ ചുരുണ്ട മുടിയായിട്ട്. നമസ്കാരം സാർ. അതിന് ഞാനെന്ത് വേണം? ഓ, പിന്നെ ആ വെളുത്ത കുട്ടി ഉണ്ടല്ലോ, സമാധാനായില്ലേ? പൊക്കടോ. അപ്പൊ ഞങ്ങൾ പോട്ടെ. എന്നവിടെ കിടന്നോ? അവന്റെ ഒടുക്കത്തെ ഒരു ഗുഡ് മോർണിംഗ്. ആരടാ തവളമത്തായി എന്ന് വിളിച്ചത്? നീടൊന്നേ. ഞാനോ? നീയല്ല, അപ്പുറത്തിരിക്കണ പിശാച്. ഇങ്ങോട്ട് വാ. നിന്റെ പേരെന്നാ പറഞ്ഞത്? സുന്ദരേശ്. സുന്ദരേശ്. എന്തൊരു ചേലാ ചേല്. അതൊക്കെ പോട്ടെ. നിന്റെ വീട്ടില് ഗ്യാസ് ലൈറ്റ് ഉണ്ട്? എന്താ സാറേ? പെട്രോമക്സ് എന്തിനാ സാറേ? ഉണ്ടോ? ആ ഉണ്ട്. അപ്പൊ പിന്നെ പ്രശ്നമില്ല. അങ്ങോട്ട് വന്നേ. ഇങ്ങോട്ട് പാടാ. നിന്റെ പേരെന്താന്ന് പറഞ്ഞേ? സത്യശീലൻ. സത്യശീലൻ. അതൊക്കെ പോട്ടെ. നിന്റെ വീട്ടില് ചാക്കുണ്ട്? ചാക്കോ? പഴയ കാലിച്ചാക്ക് ഉണ്ടല്ലോ. ഉണ്ടല്ലോ. അപ്പൊ പിന്നെ എല്ലാ ഐറ്റംസും ഉണ്ടല്ലോ. മക്കളെ, ഞാൻ കുറച്ച് നാളായി നിങ്ങളോട് കാര്യം പറഞ്ഞു വിചാരിച്ചിട്ട്. നിങ്ങൾക്കൊക്കെ വൈകുന്നേരം ആവുമ്പോ വല്ല തവള പിടിക്കാൻ പൊക്കുറ. എടാ, ഈ സ്വയം തൊഴിൽ കണ്ടെത്താന്ന് ഗവൺമെന്റ് ഉദ്ദേശിച്ചിട്ടുള്ളത് നിങ്ങളെ ഉദ്ദേശിച്ചിട്ടാ, വേറെ ആരെയല്ല. ആലവലാദികള്. ശകുന്തളെ. അയ്യാ. ശകു. എന്നയ്യാ? ശകുന്തളെ, നീ ഇങ്ങനെ കാല് വെക്കിയപ്പോ ഞാൻ വിചാരിച്ചു ദർഭവനം കൊണ്ടിട്ടാണ്. ചാണം ചവിട്ടിട്ടല്ലേ? അയ്യേ. പോങ്കളയ്യാ, കുഴന്തകൾ പാർക്கிறார்கள். നിന്നെ ഞാൻ ഒരു ദിവസം കുതിരപ്പുറത്ത് കയറ്റി തൃശ്ശൂർ പടിഞ്ഞാറ കോട്ടയ്ക്ക് കൊണ്ടുപോകും, ഉറപ്പാ. അയ്യോ, എനക്ക് ഭയമാ ഇരിക്കും. നീ പെണ്ണെ, ഇന്നലെ ഞാൻ മൂന്തേപ്പ് നിന്റെ വീട്ടിലേക്ക് വന്നപ്പോഴേ അവിടെ താടി വെച്ചിട്ട് ആടിരിപ്പുണ്ടായിരുന്നല്ലോ, അതാരാ നിന്റെ? എന്നെ അപ്പ കൺവർ. കണ്ണേട്ടനാ? എന്റെ കർത്താവേ, എന്നാ കൊരങ്ങനൊന്ന് ഷേവ് ചെയ്തിട്ടിരുന്നൂടെ? ഞാനത് പോലെ പ്രാന്തനാന്ന് വിചാരിച്ചിട്ട് ഞാൻ അപ്പ തന്നെ ഇങ്ങനെ ബാക്ക് അടിച്ചു. പോങ്കളയ്യാ. അതെ, ഇവിടെ മാനൊന്നും കാണാനില്ലല്ലോ. മാന?
പുള്ളിമാൻ. എതർക്ക്? തിന്നാൻ. അയ്യോ നിനക്കറിയോ പശുർച്ചയെക്കാളും ടേസ്റ്റ് ആണ് മാന്റെ ഇറച്ചി. ആ പോങ്ങളയ്യ. പെണ്ണത് Shakespearean plays have been broadly classified as comedies, tragedies, and histories. In tragedies, the hero is usually a towering person whose fall is due mainly to the flaws and imperfections of his own character. Tragedy views life as a grim trial, at the end of which moral justice overtakes and crushes the villain. Othello is ranked as one of the 4 great tragedies of Shakespeare. In essence, it's a simple murder story. Desdemona. Silence, please. Desdemona, daughter of Brabantio, a Venetian senator, marries Othello, a Moor who serves Venice as a gallant general. Othello promotes Cassio, a young Florentine soldier, to a position that is coveted by Iago, an older soldier who thinks that he has a better claim. Othello. Why are you laughing? ഇവിടെ എന്താ പോലെ സർക്കസ് നടക്കുന്നുണ്ട്. Get up. Yourself. Take it. Get out. സർ ഞാൻ ഐ ഡിഡ്ന്റ് കമ്മിറ്റ് എനി മിസ്റ്റേക്ക്. ഇത് ആരുടെ ബുക്കാണ്? ഇനി എന്റെ പെർമിഷൻ ഇല്ലാതെ ക്ലാസ്സിൽ കയറി പോരുത്. ലീവ് ദ ക്ലാസ്. സർ പ്ലീസ്. Clear out, I say. നമ്മൾ ഒഴിപ്പിയതിന് പാവം അവളെയാ സാർ ഗെറ്റ് ഔട്ട് ചെയ്തത്. ഹരിസാർ ഏതായാലും ഒന്ന് ചമ്മി. ഫിലിം സാർ നിന്റേതാണെന്ന് സുനിത പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പൊ ചമ്മല് കാണായിരുന്നു. Good morning, sister. ഗുഡ് മോർണിംഗ്. സുനിത, നീ എവിടെയായിരുന്നടേ? സോറി ഡേ. അങ്ങേരെ അതൊക്കെ പറയും. നിനക്ക് നാളെ ക്ലാസ്സിൽ കയറാം. ഞാൻ പറഞ്ഞില്ലേ ആരും വിടരുതെന്ന്. അയാൾ അല്പം കുഴപ്പമാ. എന്ത് കുഴപ്പം? നിനക്ക് കാണണോ നാളെ ക്ലാസ് കയറ്റുന്നേ? ഇതിലും വലിയ കൊലവമ്പന്മാര് വീഴും. അതെങ്ങനെ? മനോഹര സാറിന് സ്റ്റെല്ല എങ്ങനെ വീഴ്ത്തത്? ഒരു ചെറിയ വേല, ഒരൊറ്റ ഫയറിങ്, ഒറ്റ അടി, ദേ അവിടെ കിടക്കുന്നു. പിന്നെ അവളുടെ പിന്നാലെയായി. സ്റ്റെല്ലയ്ക്ക് കഴിയുമെങ്കിൽ എന്റെ സുനിത മോളൊന്ന് നോക്കിയാ മതി. സുന്ദരി കുട്ടി. എന്ത് പറയുന്നു? ഒന്ന് ടെസ്റ്റ് ചെയ്യാം. അയാൾ ഒരു കോന്തന. അത് സാരില്ല, നീ ഒന്ന് ലൈൻ അടിച്ച് നോക്ക്. ഇപ്പൊ അയാളവിടെ ഉണ്ടാവും. നീ ചെല്ലേ. സുനിത, എന്താ ക്ലാസ്സിൽ ഇരുന്ന് ഉഴപ്പിയത്? ഞാൻ ഉഴപ്പില്ല. ആരോ പറഞ്ഞതാരാ? ഞാൻ. ഫിലിം ഫെയർ ആരുടേതാ? എന്റേത്.
രണ്ടും ഞാനാണെന്ന് കരുതിയല്ലേ സാറിനെ ഗെറ്റ് ഔട്ട് ചെയ്തത്? ഓക്കെ, പക്ഷേ കെഞ്ചാനൊന്നും ഞാൻ തീരുമാനിച്ചിട്ടില്ല. നിങ്ങളൊക്കെ എന്തിനാ പഠിക്കാൻ വരുന്നത്? ഞാനൊന്നും ചെയ്തില്ല സിസ്റ്റർ. വാട്ട്സ് യുവർ ഫാദേഴ്സ് നെയിം? രാമചന്ദ്ര മേനോൻ. ഓ മിസ്റ്റർ മേനോൻ, ഞാൻ ഇന്നെ വിളിച്ച് സംസാരിക്കാം. മക്കൾ കോളേജിൽ എന്താ കാണിക്കുന്നെന്ന് മാതാപിതാക്കൾ കൂടി അറിയണം. പ്ലീസ് സിസ്റ്റർ, എന്റെ വീട്ടിൽ അറിയിക്കരുത്. ഞാനൊന്നും ചെയ്തിട്ടില്ല. ഐ നെവർ റിപ്പീറ്റ്. എക്സ്ക്യൂസ് മീ, ഐ എം സോറി. സുനിത ക്ലാസ്സിൽ പോയിക്കോളൂ. എനിക്കൊരു സംശയം തോന്നി, ഒന്ന് വരട്ടിയതാ. ആക്ച്വലി ഷീസ് എന്നതുണ്ട്. അതാണ് ഞാനും സംശയിച്ചത്. നല്ല മാർക്ക് വാങ്ങുന്ന കുട്ടിയാ. ഐ നോ ഹർ ഫാദർ മിസ്റ്റർ മേനോൻ. ഓക്കെ. ஓகே. இன்றைக்கு நாம் மகாகவி காளிதாசனின் சாகுந்தலத்தை பற்றி அறியலாம். காளிதாசன் உலக பிரசித்தி பெற்ற கவிஞன். மகாகவி காளிதாசனின் மிகப்பெரிய காதல் காவியம்தான் சாகுந்தலம். மேனகையின் மகளான சகுந்தலைக்கும் மாமன்னன் துஷ்யந்த மகாராஜாவுக்கும் இடையில் உள்ள காதல்தான் இக்கதையின் சுருக்கம். ஒரு நாள் மாமன்னன் துஷ்யந்த மகாராஜா வேட்டைக்காக காட்டிற்கு புறப்பட்டு ஐயா, உங்கள் ஆவനാളി எங்கே? എന്ത് നാളി? ആവനാളി. അത് അമ്മ അരി അളക്കാൻ വേണ്ടി മേടിച്ചു വെച്ചേ. എന്തേ കൊണ്ട? വണ്ടില്ലേ പുക. അപ്പോ നിന്റെ അപ്പം കണ്ണേട്ടൻ ബീഡിയൊന്നും വലിക്കില്ലേ? പൊടിതാൻ പോടും. ചാമൻ ചാമൻ ചവിട്ടല്ലേ? ഞാൻ ചവിട്ടിയില്ലേ, പുറത്ത് പോരെ. നീ എന്തേ ലേറ്റ് ആയത്? ഞാൻ നിന്നെ കാത്തെന്തായിരുന്നു? മന്നയെങ്കിൽ ടിഫിൻ സാപ്പിട്ട് വരുവதற்கு നേരമാക്കി വിട്ടത്. നീ എന്തിട്ട് ടിഫിൻ കഴിച്ചേ? ഉപ്മാ പൊങ്കൽ. അയ്യോ, അപ്പം നിനക്ക് താറാമുട്ട പുഴുങ്ങിയത് നല്ല വെള്ളയപ്പം കഴിച്ചൂടെ? തടി ഇങ്ങോട്ട് പോയിട്ട് പെണ്ണേ. പൊങ്കലയ്യ. അയ്യോ തള്ളരുത് തള്ളരുത്. ഇന്നാള് തള്ളിയത് ഞാൻ നോട്ട് ചെയ്തു. നിങ്ങൾ ആൺപിള്ളയല്ലേ, സ്റ്റഡി ആയിട്ടിരിക്കണം. இப்படித்தான் துஷ்யந்த மகாராஜாவை சகுந்தலை பார்த்து வெட்கப்பட்டாள். കഴിക്കും മോളെ. വേണ്ട മമ്മി, എനിക്ക് മതി. എന്താ ഒറ്റക്കിരിക്കുന്നേ? ചുമ്മാ. സുനിതയ്ക്ക് എന്നോട് ദേഷ്യമായിരിക്കും അല്ലേ? ഏയ് നോ. എന്നെ കോന്നനെന്നൊക്കെ വിളിക്കുന്ന കേട്ടല്ലോ. എന്താ ഇവിടെ തന്നെ ഇരുന്നു വന്നേ? ആ കാഴ്ച എനിക്ക് എപ്പോഴും റിലീഫാണ്. അതെന്താ? അത് കണ്ടോ, എന്ത് രസമാ. അമ്മ, മക്കൾ, അവരുടെ ലാളന, വാത്സല്യം. ഇറ്റ്സ് റിയലി ഇൻട്രസ്റ്റിംഗ്. ഈശ്വരന്റെ അനുഗ്രഹം കിട്ടിയിട്ടുള്ള മക്കൾക്ക് അത് ലഭിക്കും അല്ലേ സർ? സുനിത വല്ലാതെ സെന്റിമെന്റൽ ആയിട്ടുണ്ടല്ലോ. അൺഫോർച്ചുനേറ്റ്ലി. സുനിതയുടെ അമ്മ ഇവിടെ വരാറില്ലേ? ഇല്ല. അതെന്താ? വരാൻ ആളില്ല. എന്ന് വെച്ചാ? അമ്മയില്ല. അമ്മ വളരെ മുമ്പേ മരിച്ചുപോയി. ഓർമ്മ വരുന്നതിന് മുമ്പ് അമ്മ മരിച്ചിരുന്നെങ്കിൽ അതൊരു ഭാരമായിരിക്കില്ലായിരുന്നു. അമ്മയെ വളരെ നന്നായിട്ട് ഞാൻ ഓർക്കുന്നു. ഓർമ്മ വെച്ച് തുടങ്ങിയ ഉടൻ അമ്മ പോവുകയും ചെയ്തു. എങ്ങനെയാ മരിച്ചത്? എനിക്കറിയില്ല. അമ്മ മരിച്ച ദിവസം ഞാൻ കരഞ്ഞു പോലുമില്ല. ആരെല്ലാമോ കരഞ്ഞിട്ടും ഞാനത് ശ്രദ്ധിച്ചില്ല. ചേട്ടൻ കരയുന്ന കണ്ടപ്പോ എനിക്ക് സങ്കടം വന്നു. പിറ്റേ ദിവസം അമ്മ എവിടെ പോയെന്ന് ചോദിച്ചപ്പോ ഹോസ്പിറ്റലിൽ പോയെന്ന് ഡാഡി പറഞ്ഞു. ഞാൻ വിശ്വസിച്ചു.
പിന്നീട് അമ്മയെ കാണാതായപ്പോഴാണ് വാസ്തവത്തിൽ ഞാൻ കരഞ്ഞത്. ഇന്നും അമ്മ മരിച്ച ദിവസം എനിക്ക് മനസ്സിലായില്ലല്ലോ എന്ന് ഓർക്കുമ്പോ എനിക്ക് കരച്ചിൽ വരും. അമ്മയൊന്ന് കൊതിതീരെ കാണാൻ പോലെ കഴിഞ്ഞില്ല. എന്താ ഇത്? സുനിത ഇപ്പൊ വലിയ കുട്ടിയായില്ലേ? അതെ, ഇനി കരഞ്ഞിട്ട് എന്തിനല്ല സർ. ഹരിസാറിന്റെ അച്ഛനും അമ്മയും നാട്ടിലാണല്ലേ, ഇവിടെ വരാറില്ലേ? സുനിതയ്ക്ക് ഡാഡിയെങ്കിലും ഇല്ലേ? എനിക്ക് ഡാഡിയും ഇല്ല മമ്മിയും ഇല്ല. അവർ രണ്ടുപേരും ഒരു ആക്സിഡന്റ് മരിച്ചുപോയി. ഓ, അപ്പൊ നമ്മൾ രണ്ടുപേരും ഏതാണ്ട് ഒരേ റൂട്ടാണല്ലേ? ഞാൻ വരട്ടെ, പ്രാക്ടിക്കലാ. എന്നോടുള്ള വഴക്കം അറിയോ? എപ്പോഴേ മാറി.